ഹായ്, ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അടൂർ. ഇടയ്ക്ക് എനിക്കൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് നാൾ മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ ചികിത്സയായപ്പോൾ അക്യുപഞ്ചറാണ് ചെയ്യുന്നത്. നല്ലൊരു ട്രീറ്റ്മെൻറ്റാണത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ നമ്മൾ ജനിച്ചപ്പോൾ മുതലുള്ള വേദനകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുപോകാനും, അതുപോലെ ഷുഗർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് കിട്ടാനൊക്കെ ഉള്ളതാണ്. അത് നിൽക്കട്ടെ, ഞാൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനല്ല വന്നത്. ആ സമയത്ത് എനിക്ക് ആ ചികിത്സയുടെ ഭാഗമായിട്ട് എനിക്ക് വയറിൻ്റെ ചില വിഷയങ്ങളുടെ നീരൊക്കെ ഇളകി, മുഖമെല്ലാം നീരായിരുന്നു. മുഖമെല്ലാം ഫുള്ളി നീര്. അതുപോലെ ചെരുപ്പിനകത്ത് കാല് കയറില്ല, അതോ കാലിനകത്ത് ചെരുപ്പ് കയറില്ല, എന്തോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം ചെരുപ്പിടാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ മുഖമൊക്കെ ഉണ്ടോ, ഇതിനേക്കാളും നീരൊക്കെ കയറി. ഞാൻ ഓഫീസ് അടച്ചിട്ടേക്ക് വരുന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ വരുമ്പോൾ കസ്റ്റമേഴ്സ് വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുവന്ന് അത് ചെയ്ത് ഭദ്രമായിട്ട് തിരിച്ച് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. ഇന്ന് ഞാൻ ഓഫീസ് തുറന്നു. ഇന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് നീഡ്ലിങ്ങിന് വേണ്ടി പോകണം. അതുകൊണ്ട് ഫേസൊക്കെ വല്ലാണ്ട് നീരൊക്കെ കൊണ്ടിരുന്നു. പാട്ട് പാടാനൊന്നും വയ്യ. അതുമല്ല, ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ലാഗിങ് വന്നത് ഡിലേ ആവുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ എന്തിട്ടാലും എന്താ പറയുക, ഈ നെറ്റ് സ്ലോ ആയതുകൊണ്ട് ചിലർക്ക് നെറ്റ് കിട്ടുന്നേ ഇല്ല, ഡൗൺ ആയതുകൊണ്ട് നമുക്കതിനൊരു സക്സസ് ആവുന്നില്ല. കാരണം എല്ലാവരുടെ അടുത്തും അത് എത്തുന്നില്ല. അതും ഈ നമ്മൾ വീഡിയോ ചെയ്യാൻ, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ നമ്മളെ ഒരു പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. വീണ്ടും ഞാനൊരു ആത്മീയ വിഷയത്തിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. ഞാൻ 2-3 വീഡിയോസ് കണ്ടു. ഈ ബൈബിളിലൊരു ഇതൊരു വാക്യമുണ്ട്. എനിക്ക് തോന്നുന്നത് സ്വന്തം കണ്ണിൽ കരടിട്ടുണ്ടോ കോലിട്ടുണ്ടോ മറ്റവൻ്റെ കണ്ണിൽ കരടെടുക്കരുതോ കോലെടുക്കരുതോ അങ്ങനൊരു സംഭവമുണ്ട്. നമ്മുടെ പോർഷനിൽ, നമ്മുടെ സൈഡിൽ തെറ്റുകളിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ മറ്റുള്ള ഒരാളെ കുറ്റം പറയാൻ പോകുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് ആർക്കും എന്ത് കാര്യങ്ങളും പറയാം, പക്ഷേ അടച്ചാക്ഷേപിച്ച് പറയേണ്ട ഒരു റൈറ്റും ആർക്കും ഇല്ല. എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല. ഒരു കാര്യം തെറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് പറയാം അതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് തെറ്റല്ലെന്ന് പറയാം. പക്ഷേ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് തെറ്റാണ്. ഞങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. ഈ പണ്ട് മുതലേ പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ട്. തുള്ളിച്ചാടുന്നു. അവർ ഏതാണ്ട് ഭ്രാന്തമായ ഭാഷകളിൽ സംസാരിക്കുന്നു, പിശാച് കയറി സംസാരിക്കുന്നു, തുള്ളുന്നു, വീഴുന്നു, ഉരുളുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇന്ന് ഹിന്ദുയിസത്തിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്തായാലും പെന്തക്കോസ്തുകാർ തുണി ഉരിഞ്ഞ് തുള്ളുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തുള്ളുന്ന സമയത്ത് ഭൂത അല്ലെങ്കിൽ പൈശാചിക ശക്തി ഇളകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മശക്തിയുടെ ബലത്തിൽ പൈശാചിക ശക്തി ഇളകുമ്പോൾ ചിലരുടെ ഡ്രസ്സിങ്സൊക്കെ മുണ്ടൊക്കെയാണ് ഊരിപ്പോകാറുണ്ട്. അത് നോർമൽ. അല്ലാതെ പുരോഹിതന്മാർ തന്നെ ഒരു വസ്ത്രവും ഇല്ലാതെ ജനിച്ച പടുതി നഗ്നമായിട്ട് നിന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ പുരുഷന്മാരായാലും നിന്ന്, അത് ആചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെച്ച് ഓരോരുണ്ട്. അതൊക്കെ ഗവൺമെൻറ് നിർത്തലാക്കേണ്ട കാര്യമാണ്. അവർ തുള്ളുവോ ചാടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ, പക്ഷേ നഗ്നമായിട്ട് നിന്ന് ചെയ്യുന്ന മതപരമായ ഒരു കാര്യം ആയാലും വേറെ എന്ത് കാര്യമാണെങ്കിലും, കുടിച്ചിട്ട് വന്ന് തുണി വരുന്നവരെ കുണ്ടിക്കടിച്ച് വിടണം, മടലെടുത്ത് അടിച്ച് വിടണം എന്നുള്ള പക്ഷക്കാരിയാണ് ഞാൻ. അപ്പം മറ്റുള്ള മതങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, അവരുടെ ആചാരപ്രകാരം.
പക്ഷെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യവും ഗവൺമെൻറ് അനുവദിച്ചുകൂടാ. മതപരമായ ഏത് മതമായിക്കോട്ടെ അതിൻ്റെ തലപ്പത്തുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഹൈന്ദവ കുലത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്, ഇന്ന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. ഞാനൊരു മതത്തിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെല്ലാം ചീത്തയെന്ന് പറയുന്ന ഒരാളല്ലെന്ന് നിങ്ങൾക്കറിയാം. എന്ത് കണ്ടാലും പറയും. ഇനി എൻ്റെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിലും അത് ചിന്തിച്ചിട്ട് അത് തെറ്റാണെന്ന് പറയും. അത് മാറ്റുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ എനിക്ക് വ്യക്തമായി അറിയുന്നൊരു കാര്യം ഞാൻ ബോൾഡായിട്ട് തന്നെ പറയുകയും അതിൽ തന്നെ നിൽക്കുകയും ലോകം മുത്തളകി വന്നാലും അതിൽ തന്നെ നിൽക്കുകയും ചെയ്ത ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിയമപരമായി തന്നെ അതിന് ഒരു സീസിങ് എന്നൊരു എന്താ പറയുക നിർത്തലാക്കുന്ന ഒരു കാര്യം ഉണ്ടാവണം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരെങ്കിലുമൊക്കെ തുള്ളട്ടെ, ചാടട്ടെ, ഉരുളട്ടെ, തലമുടിയിട്ട് ആട്ടട്ടെ, അവരെന്ത് കൂട്ടാട്ടിക്കോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ നഗ്നത പ്രദർശിപ്പിച്ചു കൊണ്ടുള്ള എല്ലാ പരിപാടികളും സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഇരുന്നാണ് അവരിത് കാണുന്നത്. നഗ്നത ഒരു തെറ്റല്ല, പക്ഷെ അത് മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാതെ സ്വന്തമായിട്ട് പ്രദർശിപ്പിച്ച് നടക്കുന്നത് തെറ്റ് തന്നെയാണ്. ബോംബെയിൽ ഒരാൾക്കാരുണ്ട്, തുണി ഉടുക്കത്തേ ഇല്ല, കുറേ പെണ്ണുങ്ങളെ നടുവിൽ എല്ലാം കാണിച്ച് എന്താ പറയുക, ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും പൂവമ്പുഴം പോലെ ഇരിക്കണ മനുഷ്യരാണ്. കണ്ടാൽ നോക്കി നിന്ന് പോകും. എവിടെയും നമ്മൾ നോക്കും. നമുക്ക് കണ്ണില്ലേ, നമ്മളും നോക്കും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ പൂവമ്പഴം പോലെ മനുഷ്യരവിടെ നടക്കുന്നത്. പൂവമ്പഴമായാലും ഉണക്കപ്പഴമായാലും എന്തായിക്കോട്ടെ ആ ഒരു കാര്യം നിർത്തലാക്കണം. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ക്രിസ്ത്യാനികൾ തന്നെ ചില വ്ളോഗുകൾ ഇറക്കുന്നുണ്ട് പരസ്പരം സഭകളെ അപമാനിച്ചുകൊണ്ട്. ഈ പെന്തക്കോസ്ത് സഭകളിലെ ആൾക്കാരെ പണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു. അവരൊരു വാക്ക് യേശുവിനെ നാമത്തിൽ പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമായിരുന്നു. അവരെ പേടിച്ചിട്ടാണ്. പക്ഷെ ഇന്ന് പെന്തക്കോസ്തുകാർ തലങ്ങും വിലങ്ങും പറഞ്ഞാൽ ഒരു കുന്തോന്ന് 99% നടന്ന് ഞാൻ കാണാറില്ല, കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് കള്ളന്മാർ പെണ്ണ് പിടിക്കാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് ഈ പെന്തക്കോസ്തു ലോകത്ത് കയറി അതിനെ നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. നല്ല ആൾക്കാരുണ്ട്, ഇന്നും ആൾക്കാരുണ്ട്. യേശുവിന് നാമത്തിൽ മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ക്രിസ്തുവിൽ യേശു കർത്താവിൽ ബോൾഡായിട്ടുള്ളൊരു അഭിഷേകമുള്ളവർ ഇന്നും ഉണ്ട്. പക്ഷെ അവരെല്ലാം മുങ്ങിപ്പോവുകയാണ്. അതുപോലെ തന്നെ അനേക ആൾക്കാരിൽ കുറച്ച് പേരെങ്കിലും, അത് നോർത്തിലായാലും ഇവിടെ ആയാലും, അവരുടെ മക്കൾക്കും ആഹാരമില്ലാതെ അവരും കഷ്ടപ്പെട്ട് കർത്താവ് അവരെ വിടുവിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമം എടുത്ത് സുവിശേഷതല ചെയ്യുന്ന അനേകരുണ്ട്. അവരെല്ലാം ഇന്നും കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ ഈ കുറേ കള്ളന്മാരും കള്ളികളും കയറി വന്ന് ഈ പെന്തക്കോസ്ത് ലോകത്തെ നശിപ്പിച്ച് നറണക്കല്ല് പാകി അവന്മാരും കാണിക്കാത്ത ഫ്രോഡത്തരം ഒന്നുമില്ല. കാരണം അവർക്കറിയാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും എന്നൊക്കെ. അങ്ങനെയാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. ഞാനൊരു പെന്തക്കോസ്ത് അനുഭവമുള്ള വിശ്വാസിയാണ്. പക്ഷെ ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന ഒരു പക്ക ഹിന്ദുവിനെ തന്നെയാണ്. എനിക്കൊരു മനുഷ്യനെ മതി. മതത്തിൻ്റെ പേരിൽ ആത്മീയം കാണിച്ചിട്ട് ഫ്രോഡത്തരം ചെയ്ത് ജീവിക്കണ ഒരു വ്യക്തി എനിക്ക് വേണ്ട. ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്കൊരു വിഷയമില്ല. എന്നെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഈ ഇന്ത്യയിൽ ഏത് മതം സ്വീകരിക്കാനും ഏതൊരു വ്യക്തിക്കും അനുവാദമുണ്ട്. കാരണം ഇത് മതേതരത്വ രാജ്യമാണ്. അതുപോലെ മനുഷ്യകുലത്തിൽ നമുക്ക് നമ്മുടെ ആൾക്കാരെ, ദൈവം തരുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ ഉള്ള
റൈറ്റ് നമുക്കുണ്ട്. അത് ദൈവത്തോട് ചോദിച്ച് ചൂസ് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മതപ്രസംഗം നടത്തി ചാടിത്തുള്ളി നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൊള്ളിയതുകൊണ്ടാണല്ലോ ഒരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ഒരിക്കലും പിന്നെ പച്ചവെള്ളം കണ്ടാൽ പോലും അതിൻ്റെ അടുത്തോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി. എന്നെ സ്നേഹിക്കുന്ന, എന്നെ വേണ്ടി, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ പാസ്റ്റായിട്ട് തന്നെ കളയുന്ന, പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ജീവിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെ അതെൻ്റെ ഡാഡി എനിക്ക് തന്നു. എൻ്റെ രമേശ് നായർ, എൻ്റെ പാച്ചു. അതവിടെ നിൽക്കട്ടെ, അത് എൻ്റെ റൈറ്റാണ്. എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും ഒരു റൈറ്റും ഇല്ല. പ്രത്യേകിച്ച് കർത്താവ് യേശുവിൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് യേശുവിനെ അറിയാതെ നടക്കുന്ന ഒരുത്തൻ്റെ ഒരു ഇതും എനിക്ക് വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ കാര്യം, റൈസൻ ബ്രദർ എനിക്ക് നല്ലപോലെ അറിയാം. റൈസൻ എന്നാണ് തോന്നുന്നതിൻ്റെ പേര്. അദ്ദേഹം എവിടെ കണ്ട് ഇന്ന് ഒരു പ്രസംഗം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഒരു ശുശ്രൂഷ നടത്തുന്നത് ഞാൻ ഇന്നലെ വീഡിയോ കണ്ടു. അതിന് കുറ്റം പറയാൻ ചെയ്തേക്കുന്നത് ലിക്വിഡ് ഫയർ എന്നും പറഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പെന്തക്കോസുകാർക്കിടയിൽ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതൊരു ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. അവരെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടമാണ്. ആ ഒരു മാഡത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ, വ്ളോഗ്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇന്ന് കാണുന്നുണ്ട്. ഞാൻ ആ മാന്യവരുടെ കുറ്റം പറയാനല്ല വന്നത്. പൊതുവേ ഉള്ളൊരു ട്രെൻഡിനെ കുറ്റം പറയുന്നത് ഞാൻ വന്നത്. കുറ്റം തന്നെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പലവട്ടം വിടുതൽ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ആണെങ്കിൽ ഇപ്പം അദ്ദേഹത്തെ മിനിസ്ട്രിക്ക് വിളിച്ചാൽ അദ്ദേഹത്തിനുള്ള എമൗണ്ട് കൊടുത്തേ പറ്റൂ, നമ്മൾ കൊടുക്കണം. പക്ഷേ അതിനപ്പുറം റോഡിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പാസ്റ്ററെ ബ്രദറെ ഒന്ന് വിളിച്ചാൽ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനത് എനിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള നല്ല ദൈവകൃപയുള്ള അഭിഷേകമുള്ള മനുഷ്യരെയാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ആ ലിക്വിഡ് ഫയർ എന്ന് പറയുന്നത്, കാരണം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പദം പറയുമ്പോൾ, കാരണം നമ്മൾ സാധാരണ ഒരു സംസാരത്തിൽ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് പറയാറുണ്ട്. ഞാൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻ ഒരാളാണ്, ഉസ്താദാണ്. നമ്മൾ പോസിറ്റീവാണ് പറയുന്നത്, പക്ഷെ അത് കേൾക്കുന്നവർക്കത് നെഗറ്റീവാണെന്ന് തോന്നും. കാരണം അവർക്ക് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയില്ല. ചില വിഷയത്തിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോഴേ അത് ഇപ്പോൾ റേമ എന്ന് പറയുന്നു. റേമ എന്ന് ആ ഒരു ടേം വന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന റേമ ടേം. ആ റേമ എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതായി, കാരണം ഹോളി സ്പിരിറ്റ് ഒരു പേഴ്സണാണ്. ആ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഒരു പേഴ്സണായിട്ട് നമ്മുടെ അടുത്ത് വന്ന്, കാരണം ചെറിയ എക്സാമ്പിൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ യഹോവൻ്റെ ഇടയനാണ്. ആ ഒരു വാക്യം പരിശുദ്ധാത്മാവിലാണല്ലോ എഴുതിയേക്കുന്നത് ബൈബിള്. അപ്പോൾ ആ ഒരു പേഴ്സണാണല്ലോ എഴുതുന്നത്. ആ ഒരു വാക്യം ഒരു പേഴ്സണായിട്ട് ജീവിച്ചെഴുന്നേറ്റ് വന്ന് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്ന, നമ്മളെ കീപ്പപ്പ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് ഇറങ്ങി വരുന്നതിനാണ് റേമ എന്ന് പറയുന്നത്. വചനം ജീവനുള്ളതായിട്ട് ഇറങ്ങി വരുന്നത്. അന്നെല്ലാവരും പണ്ടറിയാൻ മേത്ത പാരമ്പര്യ ക്രിസ്ത്യാനികൾ ഈ റേമ എന്നുള്ള ടേമിനെ കളിയാക്കിയിരുന്നു. ഇന്ന് റേമയെക്കുറിച്ച് പലർക്കും അറിയാം. അതുപോലെ പല ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ അഭിഷേകത്തിന് പല തലങ്ങളുണ്ട്. അതിനാണ് പറയുന്നത് കർത്താവിനെ അറിയണം, ബൈബിള് വായിക്കണം, മസ്റ്റാണ്, പ്രാർത്ഥിക്കണം, മസ്റ്റാണ്. പക്ഷെ എന്നും പാല് കുടിച്ചിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വചനം നിങ്ങളുടെ ആഴങ്ങളിലേക്ക് ചെന്നതിൻ്റെ മുത്തുകളും രക്തങ്ങളൊക്കെ പറക്കിയെടുക്കണം. അഭിഷേകത്തിൻ്റെതായിട്ടുള്ള ദൈവസ്നേഹത്തിന്, ദൈവത്തെ അറിയുന്ന പല തലങ്ങളുണ്ട്. ഇപ്പം മെഡിറ്റേഷൻ, ഈ മെഡിറ്റേഷനിൽ കൂടി നമ്മൾ ഈ യോഗികളെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഹൈന്ദവരായിട്ടുള്ള യോഗികളുണ്ട്. അവർക്കൊക്കെ അറിയുന്ന പോലെയൊന്നും അറിവ് നമുക്കാർക്കും ഇല്ല ദൈവത്തെക്കുറിച്ച്. നമ്മളീ പറയുന്ന പോലെ ദൈവം എന്ന് പറഞ്ഞിട്ട് പോയി യേശു എന്ന് പറഞ്ഞു, അതല്ല അവർ.
നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞു ക്ലാസ്സിൽ അല്ലെങ്കിൽ തറ പറ പന എന്ന് പറയുന്നില്ല, ഇത് പൂച്ചയാണ്, ഇത് ആടാണ് എന്ന് പറയുന്ന ഒരു ടേം മാത്രമാണ് യേശു, ദൈവം, പരിശുദ്ധാത്മാവ്, സ്വർഗം എന്നൊക്കെ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആത്മീയ തലത്തിലേക്ക് കയറാനുള്ള ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരു പേര്. അതല്ല ക്രിസ്ത്യാനിറ്റി. അതാ ഞാൻ പലപ്പോഴും പറയുന്നത്, ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞു നടക്കുന്നൊരു 95% ക്രിസ്ത്യാനികളല്ലെന്ന് പറയുന്നത്. ഞങ്ങളുടെ ആൾക്കാർ എത്രയോ പേരുണ്ട് ക്രിസ്ത്യാനികൾ. ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കും കർത്താവിൻ്റെ ആഴങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്കും ആ ഒരു ഡെപ്തും ആ ഒരു വിഡ്ത്തും ഹൈറ്റിലേക്കൊക്കെ ചെല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവം അറിയാൻ സാധിക്കുന്നത്. എന്നാലും അറിയത്തില്ല, കുറച്ചെങ്കിലും. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു ടേമാണ് കർത്താവിൻ്റെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ദൈവം എനിക്ക് തന്നൊരു ടേമാണ്, വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നൊരു ടേമാണ്. വ്ളോഗൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങി. അപ്പം ദൈവത്തെ മനസ്സിലാക്കാൻ ഉള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമായ പഠനങ്ങളും. അത് നമ്മുടെ എന്താ പറയുക, ബൈബിൾ കോളേജിലും സെമിനാരിയിലും എഴുതി പഠിപ്പിക്കുന്ന, കാണാതെ പഠിപ്പിക്കുന്ന ടേംസോ PhD പഠിപ്പിക്കുന്നതൊന്നും അല്ല അതിൻ്റെ ആഴമെന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്നു. എന്താണ് സ്വർഗം, എന്താണ് ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരു LKG പഠനം മാത്രം. LKG പോലും ആണില്ല. ഒരു ആശാൻ പള്ളിക്കൂടി ഇപ്പോൾ ഒരു പ്ലേ സ്കൂളില്ലേ, അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടൊക്കെ പഠിക്കുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്രയും പോലും ഇല്ല ഈ PhDക്കൊക്കെ പഠിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴും മനസ്സിലാവും ഈ ലിക്വിഡ് ഫയർ എന്താണ്. അദ്ദേഹം എന്തായാലും ലിക്വിഡ് ഫയർ എന്ന് പറഞ്ഞ്, ലിക്വിഡ് എന്ന് പറയുമ്പം അത് ഒഴുകിപ്പോകുന്നൊരു സംഭവമാണ്, പാനീയം പോലൊരു സാധനം, വെള്ളം പോലൊരു സാധനം. ഈ ഒഴുകിപ്പോകുന്ന തീയെ ഒരു കുപ്പിക്കകത്തിട്ട് നിങ്ങളെ കാണിച്ചില്ലല്ലോ. കാണിച്ചോ? റൈസം ബ്രദർ കാണിച്ചോ? ആ ലിക്വിഡ് ഫയർ എന്ന് പറയുമ്പം ദൈവം എന്ന് പറഞ്ഞ അഗ്നിയാണ്. ഞാൻ ഇന്നൽക്കും പറഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ആ അഗ്നിയുടെ അറ്റത്ത് പരിശുദ്ധാത്മാവെന്ന ഒരു എന്താ ഒരു തണുപ്പിനെ വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളെ തൊടുമ്പോഴാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ 1000 സൂര്യന്മാരെക്കാളും വെളിച്ചമുള്ള ആളാണ് ദൈവം എന്ന് പറയുന്നത്. സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവ്. അതൊരു മതത്തിൻ്റെ ആളല്ല, യുണീക്കാണ്. അതാണ് എല്ലാവരുടെയും ദൈവം. അതിനെ മറച്ചു പിടിക്കാനാണ് അനേകം മതങ്ങളിൽ തന്നെ അനേകം ഡിവിഷൻസായിട്ട് കുറേ ദൈവങ്ങളായിട്ടൊക്കെ പിശാച് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ദൈവം വെളിച്ചമാണ്. ഈസ് ദ കൺസ്യൂമിങ് ഫയർ. അതാണ് പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മിലേക്ക് ഒഴുകി വീഴുന്ന ആ തീയാണ് ലിക്വിഡ് ഫയർ. അതിന് വേറെന്തുവാ അതിൻ്റെ ഡെഫിനേഷൻ എന്തുവാ? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദൈവത്തിൽ നിന്ന് അടർന്നു വീഴുന്നൊരു തുള്ളി. കാരണം ദൈവം വെളിച്ചമാണ്, തീയാണ്. അതിൻ്റെ അറ്റത്ത് വെച്ചേക്കുന്ന തണുപ്പാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൈവം. ഇപ്പോൾ കൃപായുഗം, ഈ കൃപായുഗം ആയതുകൊണ്ട് തീ ഇങ്ങനെ വീഴുന്നില്ല, അത് ലിക്വിഡായിട്ട് നമ്മുടെ ശരീരത്തിൽ വീഴും. എൻ്റെ ദേഹത്ത് വീഴാറുണ്ടല്ലോ, മഴ പോലെ പെയ്യാറുണ്ട്. അത് ഞാൻ വെളിയിൽ പറയാറില്ല, എന്നെ അറിയുന്നവർക്കറിയാം. പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ശരീരത്തിൽ മഴ പോലെ ദൈവത്തിൻ്റെ ആത്മാവിലെ അഭിഷേകം പടരുന്നു. അതിൽ കൂടുതൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടോ? ദൈവത്തിൻ്റെ ചൂടറിയുന്ന, സങ്കടപ്പെട്ടിരിക്കും ഡാഡി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും എന്ന് പറയുമ്പോൾ നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ചൂട് നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ അതാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു, നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ബൈബിളിൽ അല്ലെ ചർച്ചിൽ പോകുന്നു അല്ല ക്രിസ്ത്യാനിറ്റി. വൺ ഹു ഫോളോസ് ക്രൈസ്റ്റ് ആണ് ക്രിസ്ത്യാനിറ്റി. കാരണം കർത്താവിനെ എല്ലാ രീതിയിലും അറിയുക, ഉൾക്കൊള്ളുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിനും
ആൾക്കാർ ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. ദൈവം ഇരിക്കേണ്ട ആളെ നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ദൈവത്തെ, അതാണ് യഥാർത്ഥ ക്രിസ്ത്യൻ. അതിന് ക്രിസ്ത്യാനി ആവണമെന്നില്ല. ഓക്കെ. അപ്പോൾ ലിക്വിഡ് ഫയർ എന്താണ്, ഈ റേമ എന്താണ്? ചിലപ്പം ചിരിക്കും. അഭിഷേകത്തിൽ നമുക്ക് ആ ഒരു സന്തോഷത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കും, കരയും, തുള്ളിച്ചാടും, ചിലപ്പം തറക്കടന്ന് ഉരുണ്ടെന്ന് വരും. അത് ദൈവത്തിന് ആത്മാവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെ ആ ഒരു നമുക്ക് ഗിവ് ആൻഡ് ടേക്കാണ്. അതിൻ്റെ നമുക്ക് ചിലപ്പം എന്താ പറയുക, നമ്മുടെ ആ ശരീരത്തിൽ, നമ്മുടെ ശരീരം മണ്ണാണ്. ആ മണ്ണിലേക്ക് ആ വലിയ ദിവ്യശക്തി വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്ന വരത്തില്ല. പക്ഷേ ആദ്യം വരുമ്പം താങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഭാവിയിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരും. അവിടെയാണ് ഒരു ക്രിസ്ത്യൻ മച്യൂരിറ്റി വരുന്നത്. അതായത് എന്നും ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നവർ തെറിച്ച് വീഴുക, എന്നും കിടന്ന് അലറുക, പോവുക അല്ല. മച്യൂരിറ്റി കൂടുന്തോറും നിൽക്കും. ചിലപ്പോൾ ഈ പാസ്റ്റർമാർ കിടന്ന് അലറിയിട്ടുണ്ട്, അന്യഭാഷ പറ, തുള്ളിച്ചാട്. ഞാൻ ഡാഡിയോട് ചോദിക്കും, ഡാഡി ചിലപ്പം പറയാറുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറയും. മിണ്ടത്തില്ല. ആര് കിടന്ന് ചാടിയല്ല. കാരണം നമുക്ക് ഹോളി സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള കൃപ ദൈവം തന്നു കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇത് തന്നു കഴിഞ്ഞാൽ ചില സമയത്ത് അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് പോകുമ്പോൾ, ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ പിടിച്ചിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ തുള്ളുന്നതിനേക്കാളും ഞാൻ അതുപോലുള്ളത് തുള്ളും. നിങ്ങൾ ചുമ്മാ നിൽക്കുമ്പോഴായിരിക്കും ഞങ്ങൾ തുള്ളുന്നത്. എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് വ്യാശ് പിടിച്ചല്ല, അവന് പിശാച് പിടിച്ച് തുള്ളുമെന്നല്ല അർത്ഥം. അപ്പം ക്രിസ്ത്യാനി എന്ന് പേരുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിത്വം എന്താണെന്നോ, അഭിഷേകം എന്താണെന്നോ, അന്യഭാഷ എന്താണെന്നോ, ഞാനൊരു നായർ സമുദായത്തിൽ കുറുപ്പന്മാർ തറവാട്ടിൽ ജനിച്ച് വളർന്നത് ക്രിസ്ത്യാനികളിടയ്ക്ക്. എനിക്ക് ഇത്രയും ദൈവം മനസ്സിലാക്കി തന്നിട്ടും ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം 60, 70, 90 വർഷമുള്ള ക്രിസ്ത്യാനികൾക്ക് എന്താ ഇത് മനസ്സിലാകാൻ പറ്റാത്തത്? കാരണം എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ അറിയാൻ. ഡാഡി അങ്ങനൊരു ഹൃദയമാണ് എനിക്ക് തന്നേക്കുന്നത്. എത്ര കഷ്ടതയിലും പിടിച്ച് നിൽക്കാനുള്ളൊരു ഹൃദയം, മനസ്സ് ദൈവം ഡാഡി എനിക്ക് തന്നിട്ടുണ്ട്. ഞാനല്ല ഡാഡിയെ പിടിച്ചേക്കുന്നത്, ഡാഡിയാണ് എന്നെ പിടിച്ചേക്കുന്നത് കയ്യിൽ. എനിക്ക് എന്ത് തെറ്റുണ്ടായാലും, എന്ത് പ്രശ്നം ഉണ്ടായാലും അത് എന്നെ ശിക്ഷിക്കാനും ശാസിക്കാനും, ഞാൻ കരയുമ്പോൾ എന്നെ സ്നേഹിക്കാനും, നെഞ്ചോട് ചേർത്ത് പിടിക്കാനും, ആശ്വസിപ്പിക്കാനും എല്ലാം എനിക്ക് ഡാഡിയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അഹങ്കരിക്കുമല്ല. എന്തുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ആയിക്കൂടാ? അപ്പോൾ ഈ ലിക്വിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഈ ആരാധിക്കുമ്പം കരയുകയും ചിരിക്കുകയും ചെയ്യുന്നത്, തുള്ളിച്ചാടുന്നത് കാരണം സിൻസിയർലി നിങ്ങൾ മനസ്സിലാവും. ചിലപ്പോൾ കൂവിയെന്ന് വരും. ഞാനൊക്കെ സൂപ്പർ കൂവും. ചിലപ്പോൾ നൃത്തം ചെയ്ത് തലയും കുത്തിയാൽ ആരും ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കും. കാരണം എന്നിലുള്ള രക്തം അതാണ്, ഹൈന്ദവ സംസ്കാരം അതാണ്. ഹൈന്ദവ സംസ്കാരത്തിൽ ദൈവത്തെ എവിടെ നിന്നും ആരാധിക്കും. അവർക്ക് നാണക്കേടില്ല. ഞങ്ങളുടെ ആൾക്കാർക്ക് നാണക്കേടില്ല. ക്രിസ്ത്യാനികൾക്ക് നാണക്കേട്. യേശുവിനെ കുറിച്ച് പറയാനും, ഒരു സ്തോത്രം പറയാനും, കർത്താവെ നന്ദിയെന്ന് പറയാനും, ഒന്ന് കൈപൊക്കി മര്യാദയ്ക്ക് ഹല്ലേലൂയ പറയാനും നാണക്കേട് ഇന്നും ക്രിസ്ത്യാനികൾക്കാണുള്ളത്. അപ്പോൾ ആ ഒരു ഹൈന്ദവ രക്തം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ രക്തം എന്നിലൂടെ പോകുന്നുണ്ട്. അതിലുപരി യേശു കർത്താവിൻ്റെ രക്തം പോകുമ്പോൾ ഞങ്ങൾ ആടും തുള്ളും കൂവും. ചിലപ്പോൾ റോഡിൽ കൂടെ ഉരുണ്ടെന്ന് വരും. അത് ഞാനും ദൈവമായിട്ടുള്ള ബന്ധം, ഡാഡിയായിട്ടുള്ള ബന്ധം. എന്ന് നിങ്ങൾക്ക് എന്താ വേണം? അപ്പം എന്നെപ്പോലെ അല്ല എന്നെക്കാളും ഉള്ളവർക്ക് ഈ ലിക്വിഡ് ഫയർ എന്താണെന്ന് മനസ്സിലാവും. അത് ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ഓരോരുത്തരും കുറ്റം. വൈ നോട്ട് എന്ന് ഞാൻ ചോദിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായ രീതിയിൽ അറിയാൻ ശ്രമിക്കുന്നില്ല? ഇന്നും നിങ്ങൾ പാരമ്പര്യമായിട്ട് മനുഷ്യരെഴുതി വെച്ച മാൻമെയ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ, അല്ലെങ്കിൽ
നിങ്ങൾ പോകുന്ന സഭയിൽ ഉപദേശി പറയുന്ന രീതിയിൽ മാത്രം ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പറ്റാതെ പോകുന്നത്. നിങ്ങളോടൊക്കെ സങ്കടമോ തോന്നുന്നു, സഹതാപം. നിങ്ങൾ പറയാം അവൾ പൊട്ടും വെച്ച് കണ്ണു എഴുതി ചുണ്ടി ലിപ്സ്റ്റിക്ക് വിട്ട് ഇപ്പോൾ ഒരു ഹിന്ദുവിനെ കിട്ടി. ആണോ? അതിനിപ്പം നിങ്ങൾന്താ വേണം? നിങ്ങളെ പള്ളിയിൽ വന്ന് നിങ്ങൾ പറയുന്ന രീതി ആരാധിക്കണമോ? എൻ്റെ ഡാഡിയോട് സ്വർഗസ്ഥനായ പിതാവ് പറയുന്ന തൊട്ട് പിതാവിനോട് ചോദിച്ചു, പിതാവിൽ വസിച്ചും പിതാവ് എന്നിൽ വസിച്ചും യേശു കർത്താവും പരിശുദ്ധാത്മാവും എന്നിൽ വസിച്ചും ഞാൻ തിരിച്ച് വസിച്ചും ജീവിക്കണം. അതോ നിങ്ങളുടെ പള്ളിയിൽ വന്ന് നിങ്ങൾ വസിച്ച് ജീവിക്കണം? എന്താ നിങ്ങൾ പറ? സത്യം പറയും. ഇന്നലെ ഞാൻ ആ ജോളി മാമിൻ്റെ ആ വ്ളോഗ് കേട്ട് ആ ലിക്വിഡ് ഫയർ കണ്ടപ്പോൾ എനിക്ക് ആരാധിക്കാനാണ് തോന്നി. എല്ലാ അഭിഷേകം നിറയുകയാണ് ചെയ്തത്. കാരണം എനിക്കറിയാം ആ ലിക്വിഡ് ഫയർ എന്താണെന്ന്. ഐ ന്യൂ ഇറ്റ് വെരി വെൽ. അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ കർത്താൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വിവിധ തലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യൂണിവേഴ്സ്, കോസ്മിക് എനർജീസ്, പോസിറ്റീവ് എനർജീസ്, നേച്ചർ, ഏഞ്ചൽസ്. എത്ര പേർക്കറിയാം? ഒരു സെറാഫിമിൻ്റെ സ്വർഗത്തിലുള്ള ഒരു സെറാഫിമിൻ്റെ രൂപമാണ് പാമ്പിനുള്ളതെന്ന്. പിശാച് പാമ്പിൻ്റെ രൂപം എടുത്തു, അത് സത്യമാണ്. പക്ഷേ അത് ഉള്ളതെന്ന് എത്ര പേർക്കറിയാം? മനുഷ്യൻ്റെ രൂപം നേരത്തെ സ്വർഗത്തിലുണ്ടെന്നുള്ളത് എത്ര പേർക്കറിയാം? നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക ലിക്വിഡ് ഫയർ എന്താണെന്ന്. എന്തെങ്കിലും അറ്റവും മൂലയും കണ്ടും കേട്ടിട്ടും ദൈവത്തിൻ്റെ സഭയിൽ അങ്ങനെയല്ല, ദൈവത്തിൻ്റെ സഭയിൽ ഇങ്ങനെയല്ല, ദൈവം അങ്ങനെയില്ല എന്ന് പറയാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. ജോളി മാം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളോടും പറയാം, നിങ്ങൾക്കും ഇല്ല. ഒരു കാര്യം ബ്ലോഗിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി ആർക്കുറുപ്പ്. ക്രിസ്ത്യാനികൾ എനിക്കിട്ട പേര് ലീന. ഞാൻ മാഡത്തെ കുറ്റം പറയില്ല. അഭിഷേകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ ലിക്വിഡ് ഫയർ എന്ന് പറയുമ്പോൾ അതൊരു ട്രെൻഡല്ല. അത് പുതിയ പെന്തക്കോസ്തുകാർ ഇറക്കിയിരിക്കുന്ന ഒരു ടേമല്ല. എനിക്ക് പുതിയ പെന്തക്കോസ്തുകാരെന്നും പഴയ പെന്തക്കോസ്തുകാരെന്നും പറയുന്നത് ഇഷ്ടമില്ല. ഈ പാരമ്പര്യ പെന്തക്കോസ്തുകാർക്ക് കുറേ മുഷ്കുള്ള ടീമാണ്. ഈ പുതിയ പെന്തക്കോസ്തുകാർക്ക് കുറേ അഹങ്കാരമുള്ള ടീമാണ്. ഈ രണ്ടിലും ഇടയ്ക്ക് നല്ലതും ചീത്തയും കിടപ്പുണ്ട്. നല്ലത് ഈ രണ്ടിലും ഉണ്ട്. ആ നല്ലത് തേടി പിടിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേക്കുന്നത്. അല്ലാതെ ഈ സഭകൾ പറയുന്നത് കേട്ട് ജീവിക്കാനല്ല. നമുക്ക് ജീവിക്കാൻ നിൽക്കാൻ സഭ വേണം, അതൊക്കെ ശരി. അതെല്ലാം ലൗകികമായിട്ടുള്ളതാണ്, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ. ഈ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയാൻ വയ്യാത്തവർ തമ്മിലുള്ള ആ ഒരു ടുഗദർനെസ്സിനെ എങ്ങനെ കൂട്ടായ്മ എന്ന് വിളിക്കും? ആ ബൈബിൾ പറയുന്നത് പോലെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് എങ്ങനെ നമ്മൾ പറയാൻ പറ്റും? അടുത്തിരിക്കുന്നവരെ ഇഷ്ടമില്ലാതെ, അടുത്തിരിക്കുന്നവർ ഇപ്പോൾ കാൽക്കീഴിൽ പാദ ശുശ്രൂഷയൊന്നും ഇല്ല. യേശു കർത്താവ് കാണിച്ചതാണ്. എന്തുകൊണ്ട് ചെയ്തുകൂടാ നിനക്കൊക്കെ? സോറി, നിനക്കൊക്കെ എന്ന വാക്ക് അറിയാതെ വന്നതാണ്. എന്തുകൊണ്ട് ചെയ്തുകൂടാ? കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുക എന്നുള്ളത്. നിങ്ങളും വർഷത്തിൽ ഒരിക്കൽ ഇത്രയും ദിവസം ഉപവാസം എടുത്തിട്ട് ചെയ്യേണ്ട സാധനമല്ല കർത്തൃമേശ. നിങ്ങൾ കൂടി ഒരു ദിവസം 10 വട്ടം കൂടിയാലും ഈ 10 വട്ടം ചെയ്യേണ്ട സാധനമാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചെയ്യാൻ കെൽപ്പുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ഞങ്ങളെ കൊണ്ടത് പറ്റത്തില്ല. കാരണം ഞങ്ങൾ
ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണ്. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഒരിടത്തും അങ്ങനൊരു പാദങ്ങളിൽ ശുശ്രൂഷയില്ല. സങ്കടം തോന്നാറുണ്ട്. എന്ത് ഭംഗിയായിരിക്കും അതൊക്കെ ചെയ്താൽ. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ഇപ്പോൾ ക്ഷമിക്കാനൊരു മനസ്സ്, സ്നേഹിക്കാനൊരു മനസ്സ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കുക, ഒരുമിച്ച് പാദങ്ങളിൽ ശുശ്രൂഷ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. എന്ത് ഭംഗിയായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ കാര്യമാണ് സ്വർഗം വെച്ചേക്കുന്നത്. കാരണം സ്വർഗത്തിൻ്റെ ഒരു പ്ലാൻ ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് അറിയില്ല. ഈ തലയിൽ തുണി ഇടണ്ടെന്നുള്ള ഇട്ട് സ്ത്രീകൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? കൊരിന്ത്യർ ലേഖനം വായിച്ചു നോക്ക്. എല്ലാവരും മേളിൽ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുക. ദൂതന്മാർക്ക് ഇതായിട്ട്, പുരുഷന്മാർക്ക് ഇതായിട്ട്. എന്തുകൂടെ ഇതൊക്കെ പറയുന്നത്? പാട്ടതരം. കുറേ വിഡ്ഢി സഭകൾ, വിഡ്ഢികൾ, കള്ളന്മാർ, കൊള്ളക്കാർ, ഫ്രോഡത്തരം കാണിക്കുന്നവർ, അനുസരണം കെട്ടവർ. ഇതൊക്കെ ഇന്നത്തെ ഉപദേശിമാരും അപ്പോസ്തലന്മാരും ഏറെക്കുറെ വിശ്വാസികൾ. അയ്യോ, കുറേ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുറേ അമ്മമാരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഒക്കെ ശരിയാ, ഒരുപാട് പ്രാർത്ഥിക്കും, ഗതിയൊന്നും ഇല്ലാതെ യേശുവിനെ നാമത്തിൽ വിളിക്കുമ്പോൾ ഇതൊക്കെ തരാമെന്ന് പറയുന്നത് കർത്താവ് അതൊക്കെ തരും. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും അവരുടെ യേശുവിൻ്റെ മനസ്സറിയുന്ന പോട്ട്, സ്വന്തം ഭർത്താവിൻ്റെ മനസ്സും സ്വന്തം ഭാര്യയുടെ മനസ്സറിഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുന്നവർ എത്ര പേരുണ്ട്? മരണം വരെ കൊടുത്തേക്കാനാണ് സെക്സ്. അത് പരസ്പരം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? സ്നേഹത്തോടെ അടക്കി പിടിച്ച് ചെയ്യുമ്പോഴും ഇഷ്ടമുള്ള മനസ്സിൽ ഇഷ്ടമുള്ള വേറൊരു പെണ്ണിനെ വേറൊരുത്തനായിരിക്കും മനസ്സിൽ, പേർക്കൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഒരുമിച്ച് ഒരു കട്ടിലിൽ കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ ചുംബിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും നമ്മുടെ സഭകളിലുണ്ടോ? അത് പോട്ടെ, അത് സെക്സ് എന്ന് പറയുന്നതാണ്. എല്ലായിടത്തും ഞാൻ സെക്സ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. 6 പുറത്തും കയറാറിറങ്ങാം, കീഴിലും കിടക്കാം. ഈ പച്ചയ്ക്ക് പറയാൻ ആളില്ലാത്തതുകൊണ്ട് നീയൊക്കെ വഷളായി പോകുന്നത്. പണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള നല്ല പ്രവാചകന്മാർ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു സഭയിൽ വരാനും. പ്രവാചകന്മാരെ കാണുമ്പോൾ കാലേ കൂടെ മുള്ളുമായിരുന്നു, പെടുക്കുമായിരുന്നു. ഇന്ന് കുറേ ഫാഷൻ ആൾക്കാർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിക്കാരനിപ്പം വിദേശത്ത് പ്രസംഗിക്കാൻ പോയേക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു, എടാ ഈ നല്ല കാര്യം പറയുന്ന ഏതൊരു പ്രവാചകന്മാരുണ്ടോ? നമ്മൾ തന്നെ വലിയ ആളാന്ന് പറഞ്ഞത് കാര്യമില്ല. ദൈവത്തിൻ്റെ ആലോചന പറയുന്നതിൽ നമ്മൾ കേൾക്കുകയും കൂടെ വേണം. ഞാൻ പറഞ്ഞ്, എൻ്റെ പൊന്നു വെച്ചാൽ നിന്റെ പണി നോക്കുക. ഇപ്പോഴത്തെ പ്രവാചകന്മാരൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, അതായിരിക്കും നമ്മുടെ ദൂതമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചായിരുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? കാരണം യഥാർത്ഥ വിശ്വാസികളില്ല, ദൈവത്തിൻ്റെ മക്കളില്ല. മക്കളെന്ന് പറഞ്ഞ പേരില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരേ ഉള്ളൂ. ഒരു ബൈബിളും പൊക്കി പിടിക്കും. ബൈബിൾ എന്തുവാണെന്നറിയാം? സർവ്വവിജ്ഞാനകോശമാണ്. അതിനകത്ത് നല്ലതും തീയതുമുണ്ട്. അതിൽ നിന്ന് നല്ലതും തീയതും വേർതിരിച്ചെടുത്ത് നല്ലത് യൂസ് ചെയ്യാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നത് ഭൂതത്തിൻ്റെ ശക്തിയാണ്. പിന്നെ നിനക്കൊക്കെ എങ്ങനെയാണ് നല്ലതും തീയതും മനസ്സിലാക്കണേ? അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വ്യക്തിയായിരിക്കണം, അറിയാത്തത് ചോദിച്ചറിയുന്നൊരു വ്യക്തി. അതെങ്ങനെ? നമ്മൾ വലിയ ആൾക്കാരിൽ ഈഗോ അല്ലേ ഉള്ളത്? നമ്മളെല്ലാം വലുതാണ്, നമുക്കെല്ലാം അറിയാം. മറ്റുള്ളവരോട് നമ്മളെങ്ങനെ ചോദിക്കും? ഇല്ലെങ്കിൽ ഇല്ലെന്ന് കറക്റ്റ് വ്ളോഗിൽ വന്ന് കമൻ്റ് ഇട്ട്. പത്ത് വർഷത്തോളം IPCയിലെ പാസ്റ്റർ ഭാര്യയായിട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ഇതിൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും നല്ല വശങ്ങളും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അന്ന് ഞാനൊരു ഹൈന്ദവ സ്ത്രീയായിരുന്നു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് പറയേണ്ടി വന്നു, പറഞ്ഞേ പറ്റൂ. സത്യം മൂടി വെക്കണം.
ചിന്തിക്കുക. സ്വന്തം സമുദായത്തിൽ തുണി അഴിച്ചിട്ട് സാധനവും കാണിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ എന്താ അമ്പലത്തിൽ പൂജാരിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ. ക്രിസ്ത്യാനികളിൽ ഭൂതം കയറി ദൈവത്തിൻ്റെ യഥാർത്ഥ ആത്മാനെ പ്രാപിക്കാതെ തുണി കഴിഞ്ഞ് വീട് നടക്കുന്നവന്മാരും അവളുമാരും ഏതിൽ ഇതിൻ്റെയൊക്കെ മുമ്പിൽ തൊഴാൻ നിറഞ്ഞ നഗ്നതയുടെ മുമ്പിൽ ഒരു പുരുഷൻ്റെ ലിംഗത്തിന് മുന്നിൽ കൈ നീട്ടി തൊഴാൻ നിൽക്കുന്ന അവളുമാരും ഒക്കെ ഒന്ന് ചിന്തിക്കും. ഒരു യഥാർത്ഥ ദൈവം അങ്ങനെയൊക്കെ ചെയ്യൂ? ഒരു യഥാർത്ഥ ദൈവം നമ്മുടെ അപ്പനെ അമ്മയെക്കാളും സ്നേഹമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. എന്നുണ്ടോ? അവരുപേക്ഷിച്ചാലും ചേർത്ത് പിടിക്കുന്നതാണ് യേശു കർത്താവ്. ഒരു യേശു കർത്താവിൻ്റെ പേര് പോട്ടെ, ഒരു യഥാർത്ഥ ദൈവം ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കും. ബൈബിളെടുത്ത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അപ്പോൾ ഒരു പെണ്ണുമ്പളായിരുന്നു, അല്ലെങ്കിൽ ഇടത്തിനിരുന്ന് തലക്കോടെ തുണി ഇട്ട് പിശാൻ്റെ കൂട്ടിരുന്ന്, അല്ലെങ്കിൽ ഒരു പുരുഷൻ നിന്ന് ബൈബിൾ മൈക്കിൽ കൂടെ വായിക്കുക. അവനും വലിയ ആളായി, വായിപ്പിച്ചവരും വലിയ ആളായി. അതിൽ നിന്ന് എന്തോ അങ്ങനെ ആ സുവിശേഷ കാലം തീർന്നു. അതിനൊക്കെ എന്നെ കൊള്ളി വെച്ച് കളഞ്ഞു. നേരത്തെ വിറക് കൂട്ടി തീയിടുമായിരുന്നു യാഗത്തിന്. ഇപ്പം തന്നെ ആൾക്കാരെ ഇത് ചെയ്യുന്നത്, ദഹിപ്പിക്കുന്നത് ഏതാണ്ടൊരു ലോഹക്കൂട്ടിൽ കയറ്റിയിട്ട് അതിനകത്ത് തീയിട്ട. ഇങ്ങനെയുള്ള ശുശ്രൂഷകാലം കഴിഞ്ഞു. ദൈവവചനം അടിസ്ഥാനമായിട്ട് എന്നും വേണം. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ദൈവം വചനമാണ് ഇപ്പോഴും അത് തന്നെ. അത് വേറെ. പക്ഷെ ഇന്ന് നീ പാല് കുടിച്ചോണ്ട് നടക്കരുത്, വിഡ്ഢിത്തം കാണിക്കരുത്, വിഡ്ഢിയായി ജീവിക്കരുത്. ലിക്വിഡ് ഫയർ ട്രെൻഡാവുമല്ലോ. ആ ലിക്വിഡ് ഫയർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ അതുപോലെ പടർന്നു കയറുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ലിങ്ക് ചെയ്ത് ഒന്നാകുന്നൊരു അവസ്ഥാവിശേഷമാണ് ലിക്വിഡ് ഫയർ. മൈൻഡ് ഇറ്റ്. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് എന്തും വിളിച്ചു പറയാനുള്ള അവകാശം ആർക്കും ദൈവം തന്നിട്ടില്ല. ദൈവം അച്ചുമാമ പറയുന്നത് ദൈവം തന്നിട്ടില്ല. മര്യാദയ്ക്ക് ബൈബിള് എടുത്തു വെച്ച് മാറ്റി വെച്ചിട്ട് കുത്തിയിരുന്ന് ആദ്യം ചിന്തിക്കുക, നീ ആരാണെന്നുള്ളത്. നീ ഒരു ക്രിസ്ത്യാനിയാണോ? നിനക്ക് കർത്താവിനെ അറിയുമോ? നീ യേശുവിൻ്റെ ഹിതപ്രകാരമാണ് ജീവിക്കുന്നത്? യേശു കർത്താവിനെ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് സ്വയം അനലൈസ് ചെയ്യ്. എന്നിട്ട് നീ കർത്താവിൻ്റെ പുറകെ പോ. ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് കുടുംബയോഗത്തിന് പോകുമ്പോൾ ഇന്നെന്തുവാ അവിടെ കറി, അവിടെ ഞം എന്തുവാ, പിന്നെ വേറൊരു വാക്കുണ്ട് പറയുന്നത് മറന്നു വരുന്നുണ്ട്. ആ വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായെന്നാലും പറയുന്നില്ല. അപ്പം അത് ചെയ്യാൻ എന്തുകൊണ്ട് അത് ഉണ്ടെങ്കിൽ ഞാനും വരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥാവിശേഷത്തിലേക്ക് പോയി. എന്നാലും അവൾ വരുന്നുണ്ടോ, അവൻ വരുന്നുണ്ടോ എങ്കിൽ ഞാനും ഉണ്ട്. ഇന്ന് എല്ലാ കൃഷി വരുന്നുണ്ടോ? എന്തുകൂടാ കാണാനാണ്. അവിടെ കുണ്ടിയും അവിടെ ഷേപ്പ്. അവൾ അവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ആ സൈഡിൽ കൂടെ അവിടെ ആ ബ്രസ്റ്റൊക്കെ കുലുങ്ങുന്നൊക്കെ ഒന്ന് കാണാൻ. ഒന്നാമതായിട്ട് ഞാൻ വലിയ ആളൊന്നുമല്ല, എനിക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ജീവിതത്തിൽ വന്ന തെറ്റും കുറ്റങ്ങളിൽ നിന്നും കണ്ടതും കേട്ടതിൽ നിന്നും ദൈവം പഠിപ്പിച്ചതിൽ നിന്നും മറ്റുള്ളവർ പറഞ്ഞു തന്നതിൽ നിന്നുമാണ് ശരിയും തെറ്റും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നോക്കുകയാണ് ഞാൻ ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്. ഈ 2 ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. ചില കാര്യം എനിക്കറിയില്ല. സാരി എന്നുള്ള വസ്ത്രം സഭയിൽ ഒന്നുകിൽ മാറ്റിക്കുക,
ഇല്ല എങ്കിൽ പുരുഷന്മാരെ സ്ത്രീകളുടെ വലതുഭാഗത്ത് ഇരുത്തുക. ഇത് എന്തോ കാണാൻ താളി ഓടിക്കാന്ന് പറഞ്ഞിട്ടോട്ടായിരിക്കുന്നത്. ഞങ്ങളുടെ ചർച്ച ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം അടുത്ത വർഷം ഓപ്പണാണ്. എത്ര പിടിച്ചു വെച്ചാലും തുള്ളുമ്പോൾ മറ്റേത് തുള്ളുന്നത് കാണും. പിന്നെ പാസ്റ്റർമാർ സാധനവും തെളിച്ചുകൊണ്ട് ഇൻ ചെയ്ത് സ്ത്രീകളുടെ സൈഡിൽ വന്ന് തെളിച്ചുകൊണ്ട് നടുവും മുന്നോട്ട് ഇതാക്കി ഇരിക്കുന്നൊരു ഇരിപ്പുണ്ട്. അത് നിർത്തലാക്കി. ഇതൊക്കെ പിന്നെ ഒരു ദേവദാസനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. പുള്ളി വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ ഷർട്ടിൻ്റെ ഇറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടിന് മേളിലായിരിക്കുന്നത്. പറയുന്നത് വലിയ കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ശ്രദ്ധിക്കണം. അന്യഭാഷയും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കൂട്ടുകാരോട് പറയുന്നത് പാസ്റ്റർമാർ സഹിതം കായ്മായും പൂവൊക്കെയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ഈ വിശുദ്ധ ലോർഡ്സ് ടേബിൾ കർത്തൃമേശ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് മറ്റുള്ളവരോടും ഒക്കെ സംസാരിക്കുന്നതും ഭാര്യയെ വിളിക്കുന്ന വിളിയൊക്കെ മറ്റേതാണ്. ഭാര്യയെ അടിച്ചിട്ട് ഉപദ്രവിക്കുന്ന പാസ്റ്റർമാർ ഭാര്യമാരുടെ അടുത്ത് എല്ലാ ആഴ്ചയിലും സോറി പറഞ്ഞിട്ട് ഇന്ന് കർത്തൃമേശ അടക്കുകയും പുൽപ്പിറ്റ് കയറി വലിയ വലിയ പ്രസംഗങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. എനിക്കറിയാം. എൻ്റെ ഭർത്താവ് അങ്ങനെ തന്നെയായിരുന്നു. എനിക്കിനി അതിപ്പോൾ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടിടത്തെല്ലാം പെണ്ണ് പിടിച്ച് നടന്നിട്ട് ദൈവവചനം എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് സഭ നടത്തുന്ന ദൈവദാസന്മാർ ഇന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ അടുത്തിടെയാണല്ലോ, ഇപ്പം റീസെൻ്റ്ലി മാരീഡാണ്. അതിന് മുൻപ് വരെ ഞങ്ങൾ ഇത് വെച്ചുകൊണ്ട് നടന്നാൽ മതിയോ? പുഴുവരിക്കത്തില്ലയോ? യൂസ് ചെയ്യൂ. വാ, ഞങ്ങളെന്താ വിളിക്കാത്തത്? നീ ഒറ്റയ്ക്ക് മാസ്റ്റർബൈറ്റ് ചെയ്യുമോ? സ്വയംഭോഗം ചെയ്താണോ സുഖം കണ്ടെത്തുന്നത് ചോദിച്ചാൽ നിങ്ങൾ തലയെ കൈവെള്ള വെച്ച് നടക്കുന്ന പുരുഷന്മാരെ എനിക്കറിയാം. ഒറ്റയ്ക്ക് സ്ത്രീയായിട്ട് നിൽക്കുമ്പോഴേ എൻ്റെ ടിങ് ടിങ് ടോങ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഓരോരുത്തന്മാരുടെ ഞങ്ങൾ ഉദ്ദേശിച്ചു ഇന്ന ദൈവവാസനോ. എൻ്റെ ഭാഷ പറഞ്ഞാൽ വേറെ പറയണം. ഞാൻ ചീത്ത പറയത്തില്ല. എന്നാലും ചെറിയ രീതിയിലങ്ങ് പറഞ്ഞ കോപ്പ് പറഞ്ഞു പോകുന്നത് പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇവനൊക്കെ ബൈബിൾ എടുക്കാൻ എന്താ അധികാരം? എന്താ അവകാശം? ഈശ്വരൻ്റെ മക്കളെന്ന് പറയാൻ എന്താ അവകാശം? മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ നിനക്കൊക്കെ എന്താ അവകാശം? ഇറങ്ങിപ്പോടാനിട്ട്. ഞാനായിട്ട് ഇതിൽ നിർത്തി. അവരുടെ സുവിശേഷം പറയാൻ ഒരു മനുഷ്യന് ഒരിറ്റ് വെള്ളം കൊടുത്ത് സഹായിക്കാത്തവളുമാർ അവർ വീണ് കിടക്കും. ബൈബിൾ എടുത്ത് കുറ്റം പറയാൻ നിനക്കൊക്കെ എന്താ അവകാശം? അത് നീയൊക്കെ പോയി നേരെയാകുക. Stay tuned. God bless you. Love you all in Jesus' name. Thank you.